2000 വർഷത്തോളം ക്രൈസ്തവ പാരമ്പര്യമുള്ള നിനവെ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഭീകരർ വിതച്ച വൻ അധിനിവേശത്തിനും അക്രമത്തിനും 10 വർഷം തികഞ്ഞ സാഹചര്യത്തിൽ ക്രൈസ്തവരെ കേന്ദ്രമാക്കി ഡോക്യുമെൻ്ററി പുറത്തിറക്കി പ്രമുഖ കത്തോലിക്ക മാധ്യമമായ EWTN. മിഡിൽ ഈസ്റ്റും വടക്കേ ആഫ്രിക്കയും ഉൾക്കൊള്ളിച്ച് വാർത്തകൾ പുറത്തെത്തിക്കുന്ന ACIയുമായി സഹകരിച്ചാണ് ഡോക്യുമെൻ്ററി ഒരുക്കിയിരിക്കുന്നത്. നിനവെ താഴ്വരയിൽ നിന്നുള്ള നിരവധി ക്രൈസ്തവർ ഐസിസ് അധിനിവേശകാലത്ത് തങ്ങൾ നേരിട്ട വേദനാജനകമായ അനുഭവങ്ങൾ ക്രിസ്ത്യൻസ് ഫൈറ്റ് ടു സർവൈവ് ഐസിസ് ഇൻ ഇറാഖ് എന്ന പേരിൽ പുറത്തിറക്കിയ ഡോക്യുമെൻ്ററിയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഡോക്യുമെൻ്ററി. ക്രൈസ്തവ സാഹചര്യങ്ങളെക്കുറിച്ചും AD 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ആശ്രമത്തെക്കുറിച്ചും വടക്കൻ ഇറാഖിലെ സിറിയൻ കത്തോലിക്ക ആശ്രമമായ മാർ ബഹനാമിൻ്റെയും മർത്തായുടെയും ആശ്രമത്തിൻ്റെ പ്രസിഡന്റ് ഫാദർ മാസിൻ മട്ടോക്ക വിവരിക്കുന്നുണ്ട്. ക്രൈസ്തവർക്ക് മുന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ അവതരിപ്പിച്ച 3 സാധ്യതകൾ ഡോക്യുമെൻ്ററിയിൽ ഇർബിലിലെ കൽദായ അതിരൂപത ആർച്ച് ബിഷപ്പ് ബാഷർ വാർദ പങ്കുവച്ചു. They could be facing death. That's easy. If he refused to become a Muslim or paying the jizya, he would be, beaten and could face the death. It must have been terrifying for the people in that situation at the time, like a nightmare. It is a nightmare just to think about it. Plus, who would be supporting you if you don't have a community, a Christian community around us? ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുക, സംരക്ഷണ നികുതി അടയ്ക്കുക, അല്ലെങ്കിൽ പലായനം ചെയ്യുക തുടങ്ങിയ പ്രാകൃത നിയമങ്ങളാണ് ക്രൈസ്തവർക്ക് മുന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് നിരത്തിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിർബന്ധിത കുടിയിറക്കൽ മൂലമുള്ള ക്രൈസ്തവരുടെ ദുരിതങ്ങളും അഭയകേന്ദ്രങ്ങളില്ലാതെ, സുരക്ഷിതത്വമില്ലാതെ, സ്വന്തം നാടും ഭവനവും ദേവാലയങ്ങളും നഷ്ടപ്പെട്ട് രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടതിൻ്റെ വേദന മൊസൂളിലെ സിറിയൻ കത്തോലിക്ക അതിരൂപത ആർച്ച് ബിഷപ്പ് ബെനഡിക്ട്സ് യുനാൻ ഹനോ ഡോക്യുമെൻ്ററിയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാഖിലെ നാമാവിശേഷമായ ദേവാലയങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരിക്കുന്നത്.